നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പരിയാപുരത്ത് മോഷണം പെരുകുന്നു. ബേക്കറി കടയിലും സമീപത്തെ വീട്ടിലും മോഷണം. മൂന്ന് പേർക്കെതിരെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. തിരൂരിനെ യങ്ങാക്കാനായി ഷീമ ടി യങ് ഉദ്ഘാടനം നിർവഹിച്ച് ബീന കണ്ണൻ. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ STU താനൂർ ക്ഷേമനിധി ഓഫീസ് മുമ്പാകെ ധർണാ സമരം നടത്തി. മയക്കുമരുന്നുമായി യുവാവ് പിടിയിൽ. അവകാശ സംരക്ഷണ യാത്രയ്ക്ക് സ്വീകരണം നൽകി. വിശദമായ വാർത്തകൾ. വെട്ടം പരിയാപുരത്ത് മോഷണം പെരുകുന്നു. പരിയാപുരം KSEB ഓഫീസിന് സമീപത്തെ വളപ്പിൽ ബേക്കറി കടയിലും സമീപത്തെ ചെറയിൽ മൊയ്തീൻകുട്ടിയുടെ വീട്ടിലുമാണ് മോഷണമുണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലായി പരിയാപുരത്തെ തുണിക്കടയിലും ജുമാ മസ്ജിദിലും ഭഗവതി കോട്ടയിലും മോഷണം നടന്നിരുന്നു. അന്വേഷണം ഊർജിതമാക്കിയതായി തിരൂർ CI KJ ജിനേഷ് വെട്ടം ന്യൂസിനോട് പറഞ്ഞു. പരിയാപുരം KSEB ഓഫീസിന് സമീപത്തെ വളപ്പിൽ ബേക്കറി കടയിലും സമീപത്തെ ചെറയിൽ മൊയ്തീൻകുട്ടിയുടെ വീട്ടിലുമാണ് മോഷണമുണ്ടായത്. പരിയാപുരം സ്വദേശിയായ വളപ്പിൽ അബ്ദുൽ നാസറിന്റെ ഉടമസ്ഥതയിലുള്ള വളപ്പിൻ ബേക്കറി കടയിൽ ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. മേശയിലുണ്ടായിരുന്ന 7200 രൂപയും LED ബൾബുകളും മോഷണം പോയി. സാധനങ്ങളൊക്കെ ഈ ഷട്ടറിന് പൂട്ടില്ല. ഞാൻ രാത്രിയിൽ പൂട്ടാൻ മറന്നു എന്നുണ്ടെങ്കിൽ ഷട്ടർ പൊക്കി നോക്കിയപ്പോൾ ഒരുപാട് സാധനങ്ങൾ വലിച്ചിട്ട് ഭരണി പൊട്ടി. അതേമാതിരി കടലിനുള്ളിലുള്ള സീലിംഗ് ബൾബുകൾ ഒരുപാട് ഊരിക്കൊണ്ടുപോയി. മറ്റു ഒരുപാട് സാധനങ്ങൾ അതേമാതിരി വണ്ടിക്ക് അടക്കാൻ വെച്ചിരുന്ന ഒരു 7200 ഗ്രാം മേസയിലുണ്ടായിരുന്നു, അതുപോയി. പിന്നെ ചെറിയ നമുക്ക് രാവിലെ കച്ചവട ചേർത്തുള്ള ചെറിയ പത്ത് അങ്ങനെയുള്ള ചെറിയ കേസുകളുണ്ടായിരുന്ന പണം അത് മോഷ്ടിക്കപ്പെട്ടു പോയി. അതേമാതിരി തന്നെ നമുക്കിപ്പോൾ പിന്നെ ഈ എത്തിങ്കാനൻ്റെ പള്ളിപ്പെട്ടിയൊക്കെ ഉണ്ട്. ഇതൊക്കെ അവർ അപ്പുറത്തൊരു റൂമിൽ കൊണ്ടുവച്ച് അത് പൊട്ടിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അത് പൊട്ടിച്ചിട്ടില്ല. അങ്ങനെ കുറേ സാധനങ്ങൾ വാരി വലിച്ചിട്ട് ഭരണി പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മിഠായി ഭരണി തകർത്ത നിലയിലാണ്. ഷോക്കേഴ്സിലുണ്ടായിരുന്ന മിനറൽ വാട്ടർ കുപ്പികളും ബേക്കറികളും അടക്കം നിലത്ത് വിതറിയിട്ട നിലയിലാണ്. ഇന്നലെ രാത്രി 9:30 കട അടച്ചുപോയ നാസർ രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് ഷട്ടറിന്റെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടത്. തിരൂർ പോലീസ് എത്തി സമീപത്തെ CCTV ദൃശ്യങ്ങളും പരിസരങ്ങളും പരിശോധിച്ചു. സമീപത്തെ ചെറയിൽ മൊയ്തീൻകുട്ടിയുടെ വീടിന്റെ
വാതിലുകൾ തകർത്ത നിലയിലാണ്. അന്വേഷണം ഊർജിതമാക്കിയതായി തിരൂർ CI KJ ജിനേഷ് വെട്ടം ന്യൂസിനോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ വെട്ടം. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കൊണ്ടോട്ടി പുളിക്കൽ ഒളവട്ടൂർ സ്വദേശി ഷെഫീഖ്, പൊന്നാനി ചാണ റോഡ് സ്വദേശി നാലകത്ത് വീട്ടിൽ ഷാഫി, താനൂർ ഒസാൻ കടപ്പുറം സ്വദേശിയായ ചെറിയ മൊയ്തീൻ കാനകത്ത് വീട്ടിൽ റാഫി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ SIPSന്റെ റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് IAS ആണ് ഉത്തരവിറക്കിയത്. മയക്കുമരുന്ന് വിൽപ്പന, മോഷണം, കവർച്ച തുടങ്ങിയ കേസുകളിലെ പ്രതിയാണ് ഷഫീഖ്. കഞ്ചാവ് കടത്ത്, മോഷണം, പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമം തുടങ്ങിയ കേസുകളിലെ പ്രതിയാണ് മുഹമ്മദ് ഷാഫി. കുട്ടികൾക്കെതിരെ ലൈംഗിക പീഡനം നടത്തുക, ആൾമാറാട്ടം നടത്തി പണം കൈക്കലാക്കുക മുതലായ കുറ്റകൃത്യങ്ങളിൽ പ്രതിയാണ് മുഹമ്മദ് റാഫി. കാപ്പ 3 നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത ഇവരെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഹാജരാക്കി തടവിലാക്കും. 6 മാസത്തേക്കാണ് തടവ്. സമൂഹത്തിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ നടത്തി ക്രമസമാധാനം തകർക്കുന്ന ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ജില്ലയിൽ ഈ വർഷം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ള 20 പേരെ കാപ്പ നിയമപ്രകാരം തടവിലാക്കുകയും 50 പേർക്കെതിരെ കാപ്പ ചുമത്തി നാടുകടത്തിയും സഞ്ചാര നിയന്ത്രണം ഏർപ്പെടുത്തിയും ഉള്ള നടപടികൾ സ്വീകരിച്ചതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. വെട്ടം ന്യൂസ് മലപ്പുറം. പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ ഷീമാട്ടിയുടെ യുവതീ യുവാക്കൾക്കായുള്ള ബ്രാൻഡ് ഷീമാട്ടി യങ്ങിന്റെ 4ാമത്തെ ഷോറൂം മലപ്പുറം തിരൂർ പ്രവർത്തനം ആരംഭിച്ചു. ഷീമാട്ടി CEO ബീന കണ്ണൻ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു. വുമൺസ് വെയർ, മെൻസ് വെയർ, കിഡ്സ് വെയർ എന്നീ വിഭാഗങ്ങളിൽ 3 നിലയിലായാണ് തിരൂർ യങ് ഒരുക്കിയിട്ടുള്ളത്. സ്ത്രീകളുടെ മാത്രം കാഷ്വൽ വസ്ത്രങ്ങളുടെ സ്റ്റോറായിരുന്ന ഷീമാട്ടി യങ്ങിനെ കിഡ്സ്, മെൻസ് ആൻഡ് വുമൺസ് വെയർ ഫോർമാറ്റിലേക്ക് മാറ്റിക്കൊണ്ടാണ് തിരൂരിലെ പുതിയ ഷീമാട്ടി യങ്ങിന്റെ വരവ്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കുട്ടികളുടെയും ഫാഷനബിളും ട്രെൻഡിങ്ങുമായ ഏറ്റവും പുതിയ കളക്ഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് 12,000 സ്ക്വയർ ഫീറ്റിലാണ് സ്റ്റോർ ഒരുക്കിയിരിക്കുന്നത്. ഫാഷൻ ലോകത്തെ ഏറ്റവും പുതിയ ട്രെൻഡുകളെ ഉപഭോക്താക്കൾക്ക് ഷീമാട്ടി യങ്ങിൽ കാണാൻ സാധിക്കും. ഉയർന്ന നിലവാരവും ഫാഷനബിളുമായ കാഷ്വൽ വസ്ത്രങ്ങൾ മിതമായ നിരക്കിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഓരോ പുതിയ സ്റ്റോർ തുറക്കുമ്പോഴും ഞങ്ങൾ പൂർത്തീകരിക്കുന്നത്. ഒരു ഫാമിലി കാഷ്വൽ വെയർ ഹബ്ബാക്കി യങ്ങിനെ ഉയർത്തുന്നതിന്റെ ആദ്യപടിയാണ് തിരൂരിലെ സ്റ്റോർ. തിരൂരുകാർ ഷീമാട്ടിയെ സ്വീകരിച്ചതിൽ അതിയായ സ്നേഹവും സന്തോഷവുമുണ്ടെന്ന് ബീന കണ്ണൻ പറഞ്ഞു. അവന്യൂവില് ഇന്ന് ആരംഭിച്ചിരിക്കുന്ന ഷീമാട്ടി യങ് 5ാമത്തെ ബ്രാഞ്ചാണ്. കാലിക്കറ്റ്, കോട്ടയം, കൊച്ചി ഇത്യാദി സ്ഥലങ്ങളിൽ 4 ബ്രാഞ്ചുണ്ട്. ഹൈലൈറ്റ് മാളിലുണ്ട്. അങ്ങനെ 4 ബ്രാഞ്ച് പ്ലസ് ഇത് 5ാമത്തെയാണ് തിരൂരിൽ. ഇവിടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയ ആൺകുട്ടികളുടെ ആണുങ്ങൾ, ടീനേജ് ബോയ്സ്, അവരുടെ കളക്ഷൻ ഉണ്ട്. 1000 രൂപയിൽ തന്നെ നിങ്ങൾക്ക് മിക്കവാറും പല പ്രോഡക്ട്സും ഇവിടെ ബോയ്സിൻ്റെ ഒക്കെ തന്നെ കിട്ടും. ജീൻസ് ആണെങ്കിലും ലൈക്ക് ബർമുഡാസ് ആണെങ്കിലും അല്ല പ്രിന്റഡ് ഷർട്ട്സ് ആണെങ്കിലും കാഷ്വൽ വെയറും ഒക്കെ തന്നെ വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഒരു വലിയ ഫ്ലോറ് പെണ്ണുങ്ങളുടെ തന്നെയുണ്ട്. അതിൽ ടീഷർട്ട് തൊട്ട് കുർത്തി ഇത്യാദി ചെറിയ പാർട്ടി വെയറും കാണാം. ആൻഡ് ഓൾസോ ധാരാളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഈ നാട്ടിൽ നിൽക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഗാർമെൻറ്റ്സ് പ്രത്യേകം
കൊണ്ടുവന്നിട്ടുണ്ട്. അതും വളരെയധികം ലാസ്റ്റിങ്ങുമാണ്. എന്നാലും നിങ്ങൾക്ക് പാറ്റേൺ എല്ലായിടത്തും കിട്ടുന്ന പോലെ ഒരു യൂണിഫോം പോലെ ഇരിക്കില്ല. ഷീമാട്ടി യങ്ങിന്റെ മറ്റൊരു ഷോറൂം ഈ നവംബറിൽ പാലായിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും അടുത്ത ഓണത്തിനുള്ളിൽ യങ്ങിന്റെ 10 സ്റ്റോറുകൾ കൂടി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തനം ആരംഭിക്കുമെന്നും ബീന കണ്ണൻ കൂട്ടിച്ചേർത്തു. ഇതുവരെ വുമൺസ് സെലിബ്രേഷൻ വെയർ മാത്രമായിരുന്ന കോഴിക്കോട് ഷീമാട്ടി ക്രാഫ്റ്റഡിന്റെ 3ാം നിലയിലായി മെൻസ് ആൻഡ് കിഡ്സ് സെലിബ്രേറ്ററി കളക്ഷൻ മാത്രമായി ഒരു വിഭാഗം കൂടി പുതുതായി ആരംഭിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിന് വിവാഹത്തിനും മറ്റ് ആഘോഷങ്ങൾക്കും ആവശ്യമായി എല്ലാത്തരം സെലിബ്രേറ്ററി വസ്ത്രങ്ങളും ലഭിക്കുന്ന മലബാറിലെ ഏറ്റവും വലിയ ഫാമിലി സെലിബ്രേഷൻ ഷോറൂമായാണ് കോഴിക്കോടുള്ള ഷീമാട്ടി ക്രാഫ്റ്റഡ് ഒരുങ്ങുന്നത്. ഏറ്റവും മികച്ച ഫാഷൻ അനുഭവങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ ലോകോത്തര നിലവാരമുള്ള വിപുലമായ വസ്ത്രശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഷീമാട്ടി ഒരുക്കുന്നത്. വെട്ടർ ന്യൂസ് തിരൂർ. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി അംശാദായം 3 ഇരട്ടിയാക്കുകയും മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങൾ കടവാക്കേണ്ട വാർഷിക സംഖ്യ ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയും ചെയ്ത ഇടതുപക്ഷ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ STU താനൂർ ക്ഷേമനിധി ഓഫീസ് മുമ്പാകെ ധർണാ സമരം നടത്തി. EP കുഞ്ഞാവ അധ്യക്ഷത വഹിച്ചു. ഡീസൽ സബ്സിഡി അനുവദിക്കുക, മണ്ണെണ്ണ പെർമിറ്റ് വർദ്ധിപ്പിക്കുക, തീരദേശത്തെ എല്ലായിടത്തും സുരക്ഷിതമായ കടൽഭിത്തി നിർമ്മിക്കുക, വിദേശ ട്രോളറുകളുടെ ആഴക്കടൽ മത്സ്യബന്ധനം അവസാനിപ്പിക്കുക, അനധികൃത മത്സ്യബന്ധന രീതിയായ 2 ബോട്ടുകൾ ചേർന്നുള്ള വല വലിക്കുന്നത് തടയുക, മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾക്ക് നൽകിവരുന്ന ലപ്സം ഗ്രാന്റ് വിഹിതം കലോചിതമായി പരിഷ്കരിക്കുക, അമിതമായ ലൈസൻസ് ഫീ വെട്ടിക്കുറയ്ക്കുക, ലൈസൻസ് അടയ്ക്കാൻ വൈകിയതിന് ലക്ഷങ്ങൾ പിഴ ചുമത്തുന്ന ഫിഷറീസ് വകുപ്പിന്റെ തീവെട്ടിക്കൊള്ള അവസാനിപ്പിക്കുക, അപകടം സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനത്തിനുള്ള സ്പീഡ് ബോട്ട് ആംബുലൻസ് സംവിധാനം മലപ്പുറം കൊണ്ടുവന്ന നിയമം പുനഃപരിശോധിക്കുക തുടങ്ങി മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന നിരവധി ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവകാശ സംരക്ഷണ ജാഥ നടത്തിയത്. ഓഫീസ് മാർച്ച് സിന്ദാബാദ്, STU സിന്ദാബാദ്, ധർണ സമരം സിന്ദാബാദ്, കടലിനോട് മല്ലടിക്കും തൊഴിലാളികളെ വഞ്ചിക്കുന്ന തൊഴിലാളി വർഗ വഞ്ചകരെ ഇടതു ഭരണ. താനൂർ ഏരിയ പ്രസിഡന്റ് EP അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. ജാഥ വൈസ് ക്യാപ്റ്റൻ അക്ബർ പരപ്പനങ്ങാടി, KP കുഞ്ഞുമോൻ, AK അഷ്കർ, മുബാറക് ചീരാൻ കടപ്പുറം എന്നിവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. വെട്ടം ന്യൂസ് താനൂർ. നിരോധിത മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളായ MDMAയും കഞ്ചാവും വിൽപ്പന നടത്തുന്നതിനിടെ കാവഞ്ചേരി സ്വദേശി കൈപ്പാടത്ത് അറോട്ടിൽ നൌഫലിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മംഗലം കാവഞ്ചേരി ഭാഗത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്ക് വിൽപ്പന നടത്താൻ ശ്രമിക്കുകയാണ് 1 ഗ്രാം MDMAയും 450 ഗ്രാം കഞ്ചാവുമായി ഇയാൾ പോലീസിന്റെ പിടിയിലാവുന്നത്. മുൻപ് മയക്കുമരുന്ന് കടത്ത കേസിൽ പ്രതി പിടിയിലായിട്ടുള്ളതാണ്. തിരൂർ DYSP KM ബിജുവിന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ KJ ജിനേഷ്, SI സുജിത്ത്, RPCPOമാരായ ഉണ്ണിക്കുട്ടൻ, അരുൺ, ഉദയൻ, ധനീഷ് കുമാർ, സതീഷ്, വിവേക് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വെട്ടം ന്യൂസ് തിരൂർ. മത്സ്യത്തൊഴിലാളികളോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഫത്തഖ് പൊന്നാനി ആനങ്ങാടി മുതൽ പൊന്നാനി വരെ നയിച്ച അവകാശ സംരക്ഷണ യാത്രയ്ക്ക് താനൂർ ടൗൺ വാഴക്കത്തെരുവിൽ സ്വീകരണം നൽകി. ഡീസൽ സബ്സിഡി അനുവദിക്കുക, മണ്ണെണ്ണ പെർമിറ്റ് വർദ്ധിപ്പിക്കുക, തീരദേശത്തെ എല്ലായിടത്തും സുരക്ഷിതമായ കടൽഭിത്തി നിർമ്മിക്കുക, വിദേശ ട്രോളറുകളുടെ ആഴക്കടൽ മത്സ്യബന്ധനം അവസാനിപ്പിക്കുക, അനധികൃത മത്സ്യബന്ധന രീതിയായ 2 ബോട്ടുകൾ ചേർന്നുള്ള വല വലിക്കുന്നത് തടയുക, മത്സ്യത്തൊഴിലാളി വിദ്യാർത്ഥികൾക്ക് നൽകിവരുന്ന ലപ്സം ഗ്രാന്റ് വിഹിതം കലോചിതമായി പരിഷ്കരിക്കുക, അമിതമായ ലൈസൻസ് ഫീ വെട്ടിക്കുറയ്ക്കുക, ലൈസൻസ് അടയ്ക്കാൻ വൈകിയതിന് ലക്ഷങ്ങൾ പിഴ ചുമത്തുന്ന ഫിഷറീസ് വകുപ്പിന്റെ തീവെട്ടിക്കൊള്ള അവസാനിപ്പിക്കുക, അപകടം സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനത്തിനുള്ള സ്പീഡ് ബോട്ട് ആംബുലൻസ് സംവിധാനം മലപ്പുറം കൊണ്ടുവന്ന നിയമം പുനഃപരിശോധിക്കുക തുടങ്ങി മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന നിരവധി ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവകാശ സംരക്ഷണ ജാഥ നടത്തിയത്. താനൂർ ഏരിയ പ്രസിഡന്റ് EP അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. ജാഥ വൈസ് ക്യാപ്റ്റൻ അക്ബർ പരപ്പനങ്ങാടി, KP കുഞ്ഞുമോൻ, AK അഷ്കർ, മുബാറക് ചീരാൻ കടപ്പുറം എന്നിവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. വെട്ടം ന്യൂസ് താനൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.